ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. പതിവ് പോലെ ഒട്ടനേകം സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ലോകേഷിന്റെ സംവിധാനത്തിൽ രജനികാന്ത് നായകനെത്തുന്ന സിനിമയാണല്ലോ കൂലി. ചിത്രത്തിലെ രജനികാന്ത്, സത്യരാജ് എന്നിവരോടൊപ്പം ഇപ്പോഴത്തെ ഫഹദ് ഫാസിൽ കൂടി കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. വിക്രം എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു ലോകേഷ് സിനിമയിലും, വേട്ടയൻ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു രജനികാന്ത് സിനിമയിലും ഫഹദ് ഫാസിൽ ഭാഗമാകുന്നു എന്നൊരു പ്രത്യേകത കൂടി കൂലി എന്ന സിനിമയ്ക്കുണ്ട്. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ വമ്പൻ സ്പിൻ ഓഫ് സിനിമ കൂടിയ മാർക്കോ ജൂനിയർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഹനീഫ് അദീനി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ജൂൺ 16 ഞായറാഴ്ച രാവിലെ 10:10 പുറത്തുവരും. ഗർ എന്ന സിനിമയാണ് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമ. സിംഹത്തിന്റെ രംഗങ്ങൾ ചിത്രീകരിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ അടക്കം ചിത്രീകരണം നടന്ന കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് കൂട്ടുകെട്ടിന്റെ സിനിമ കൂടിയാണ് ഗർ. നിലവിൽ പ്രീ റിലീസിൽ വലിയ ഹൈപ്പൊന്നും തന്നെ സിനിമ നേടിയെടുത്തിട്ടില്ലെങ്കിൽ പോലും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസും സിനിമ ആദ്യ ദിവസം നേടിയെടുത്തിട്ടുണ്ട്. ആദ്യ അഭിപ്രായങ്ങൾ നാളെ അറിയാനായിട്ട് കാത്തിരിക്കൂ. നാളെ DNA എന്നൊരു മറ്റൊരു മലയാളം സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. മലയാളത്തിലെ അടുത്തൊരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഉൾപ്പെടെ 5 പോസ്റ്ററുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആനന്ദ് ശ്രീബാല എന്നാണ് ചിത്രത്തിന്റെ പേര്. അർജുൻ അശോകൻ സിനിമയിൽ നായകനായിട്ട് എത്തുന്നു. സംവിധായകൻ വിനയന്റെ മകൻ വിഷ്ണു വിനയ് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ആനന്ദ് ശ്രീബാല. മാളികപ്പുറം 2018 എന്നീ സിനിമകളുടെ നിർമ്മാതാക്കൾ കൂടിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ മലയാളികളുടെ സ്വന്തം ലാലേട്ടന്റെ വിവിധ സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ലാലേട്ടന്റെ തെലുഗു പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ഋഷഭ. സിനിമ ഉപേക്ഷിച്ചു എന്നൊക്കെ പല മീഡിയകൾ പുറത്തുവിട്ടെങ്കിൽ പോലും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നേരത്തെ തന്നെ പ്രേക്ഷകർ അറിയിച്ചതാണ്. ഇന്നിപ്പോഴത്തെ സംവിധായകൻ ഒരിക്കൽ കൂടി സിനിമയുടെ ഷൂട്ടിംഗ് റിലീസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ചില സാങ്കേതിക കാരണങ്ങളാലാണ് ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ചിത്രീകരണം വൈകുന്നതെന്നും ഓഗസ്റ്റ് മാസത്തോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും ഈ വർഷം ഡിസംബർ അതല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ ജനുവരിയിൽ ഋഷഭ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് സിനിമയുടെ സംവിധായകൻ നന്ദകിഷോർ അറിയിച്ചിരിക്കുന്നത്. ലാലേട്ടന്റെ മറ്റൊരു തെലുഗു സിനിമയാണല്ലോ കണ്ണപ്പ. ചിത്രത്തിൽ ലാലേട്ടൻ ഗസ്റ്റ് കാമിയ റോളിലാണ് എത്തുന്നത്. വിഷ്ണു മഞ്ജു നായകനെ എത്തുന്ന ഈ തെലുഗു സിനിമയുടെ ടീസർ നാളെ പുറത്തുവരികയാണ്. നാളെ ജൂൺ 14 വൈകിട്ടോടെ സിനിമയുടെ ടീസർ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലാലേട്ടനോടൊപ്പം അക്ഷയ് കുമാർ, പ്രഭാസ് എന്നിവർ സിനിമയിൽ കാമിയോ ഗസ്റ്റ് റോളുകളിൽ എത്തുന്നു. 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ റീ റിലീസ് സിനിമകളിൽ വലിയ വിജയം നേടിയെടുത്ത മലയാളം സിനിമയാണല്ലോ സ്ഫടികം. ഇപ്പോഴത്തെ സ്ഫടികം എന്ന സിനിമയ്ക്ക് പിന്നാലെ ലാലേട്ടന്റെ മറ്റൊരു ക്ലാസിക് സിനിമ കൂടി തിയേറ്ററുകളിൽ റീ റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. മൺചിത്രത്താഴ് ഈ ജൂലൈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇന്ന് സിനിമയുടെ പ്രസ് മീറ്റിനിടയിൽ സിനിമയുടെ റീ റിലീസ് അണിയറ പ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത്. 4K റീമാസ്റ്റർ ഫോർമാറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ ജൂലൈ 12 നേരത്തെ പ്ലാൻ ചെയ്തതെങ്കിലും ഇന്ത്യൻ ടൂർ റിലീസ് കാരണം ജൂലൈയിലെ മറ്റൊരു റിലീസ് ദിവസമാണ് നോക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ അടുത്ത അപ്ഡേറ്റുകൾക്കായി.